അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പറയാൻ പോകുന്നത് നിസ്കാരം മുടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് കാര്യങ്ങളെന്ന് നോക്കിയാലോ. ഒന്നാമതായിട്ട് പറയുന്നത് ഫോൺ ഉപയോഗമാണ്. ഫോൺ ഉപയോഗം എന്ന് വെച്ചാൽ എല്ലാം അതിൽ പെട്ടു. മെസ്സേജ് ആയിക്കോട്ടെ, കോൾ ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ എന്തൊക്കെ ഉപയോഗിക്കുന്നത് അതൊക്കെ പെടും അതിൽ. 2, തിടുക്കം, നമസ്കാരം വേഗത്തിൽ തീർക്കാൻ ശ്രമിക്കുന്നത്. 3, മനസ്സിൻ്റെ ശാന്തത, ടെൻഷൻ, പിന്നെ നമ്മൾ ദിവസം ചെയ്യുന്ന തിരക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്. 4, ശബ്ദങ്ങൾ, TV, പിന്നെ മ്യൂസിക്, പിന്നെ പുറത്തു നിന്നുള്ള ശബ്ദങ്ങൾ. 5, വേണ്ടാത്ത കൂട്ടുകെട്ട്, നല്ലതിനെ പ്രോത്സാഹിപ്പിക്കാത്ത വെറും തെറ്റ് മാത്രം കാണിച്ച് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കൂട്ടുകാർ അങ്ങനെയുള്ളത്. 6 പറയുന്നത് വൃത്തിയില്ലായ്മ, ശുദ്ധിയില്ലായ്മ, ശരീരം, വസ്ത്രം, നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലം ഇങ്ങനെയുള്ള ശുദ്ധിയില്ലായ്മ കൊണ്ട്. 7, മനസ്സിൻ്റെ അലസത, മറ്റേതെങ്കിലും കാര്യങ്ങളിൽ ശ്രദ്ധ മാറിയാൽ. അവസാനമായിട്ട് പറയുന്നത് ആത്മസമ്മാനക്കുറവ്, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള മനോഭാവം കുറവായിരിക്കുമ്പോൾ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നമസ്കാരം മുടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ നിസ്കാരം മുടക്കരുത്. നമ്മൾ ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. 5 വക്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ ശ്രമിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ചെറിയ കാരണങ്ങൾ കൊണ്ട് നമ്മൾ നിസ്കാരം കളയരുത്. അപ്പം എല്ലാവരും ഇൻഷാ അല്ലാഹ് എല്ലാം ഹൈറായ രീതിയിലാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ദുആ ചെയ്യണം. എപ്പോഴും നമ്മൾ നിസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ട് എപ്പോഴും ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്ത വീഡിയോയിൽ കാണാം.